ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആയിഷ. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് ഭയങ്കര സുഖം, വലിയ കുഴപ്പമൊന്നുമില്ല. കുറേ ദിവസമായിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് പുറത്തൊന്നും പോയിട്ടില്ല കേട്ടോ. പോയിട്ട് കുറേ ദിവസമായി ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ ഇപ്പച്ചി, ഇമ്മച്ചി, കാക്ക, അനിയനി, കാക്കൻ്റെ വൈഫ്, നമ്മളെ 2 കുട്ടികൾ, അതായത് എൻ്റെ കുട്ടി, എൻ്റെ കാക്കൻ്റെ കുട്ടി. ഇതാണ് കാക്കൻ്റെ കുട്ടി. മാഷാല്ലാ. ബിസു എന്നായിപ്പോൾ ഈസു കുസു. അങ്ങനെ നമ്മൾ കുറേ ദിവസമായിട്ട് നമ്മൾ പോയിട്ട്, അപ്പോൾ നമ്മൾ എന്തോന്ന് പോവാൻ വിചാരിച്ച് നമ്മൾ പോയത് ലുലു മോളിലോട്ടാണ് കേട്ടോ. അങ്ങനെ പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പച്ചീനോട്, നല്ലൊരു ഗൾഫത്തെ ഒരു ആംബിയൻസ് ഇല്ലേന്ന്. അപ്പോൾ എൻ്റെ തഗ് ഇപ്പച്ചി പറഞ്ഞെങ്കിൽ എനിക്ക് ഗൾഫിൽ പോയിക്കണം. പോയില്ല, പക്ഷേ സിനിമയിലൊക്കെ നമ്മൾ കണ്ടില്ലേ, തുടക്കം തന്നെ നാട്ടിച്ച്. ഇതിൻ്റെ ഇപ്പച്ചീൻ്റെ മോളാണ്, അപ്പോൾ ഭയങ്കര സിങ്കാണ് കേട്ടോ. ഇതിൻ്റെ കാക്ക. അപ്പോൾ നമ്മളെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മച്ചിയും അനിയനും അതിൻ്റെ ഇടയ്ക്ക് ഇവിടുന്ന് ഒരു മിസ്സായി. രണ്ടാളും 2 വീലറിലാണ് വന്നത്. അവർക്ക് വേറെ എന്തോ ചുറ്റുപാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈസൂന് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്താണ്, ഓൻ്റെ ഉമ്മൻ്റെ കൈ പിടിച്ച് നടക്കാനാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ കാക്കനെ സോപ്പിട്ട് നടക്കുകയാണ്. നമ്മൾ പോയപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. ആ ഒരു ലുലു മോൾ തുടങ്ങിയ സമയത്ത് ഭയങ്കര തിരക്കൊക്കെ, ഇനിയിപ്പോൾ അത്ര വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നൈസായിട്ട് പോയി. സത്യം പറഞ്ഞാൽ ലുലു മോൾ പോകാൻ വലിയൊരു ഇഷ്ടമെന്ന് വെച്ചാൽ നമ്മൾ കുറേ ആയി പോയിട്ട്. അപ്പോൾ എൻ്റെ അനിയനോട് പറഞ്ഞു, ഇവിടെ ഭയങ്കര പെർഫ്യൂംസിൻ്റെ ഒക്കെ അടിപൊളി ഇതാണ്, നമുക്കൊന്ന് പോയി വെക്കാം. അങ്ങനെ ഓനെ സോപ്പിട്ട് ചാക്കിലാക്കിയപ്പോൾ ഞാൻ വന്നതാണ്. അല്ലെങ്കിൽ ഞാൻ വരും, അത് വേറെ കാര്യം. അങ്ങനെ എൻ്റെ മോൾ എൻ്റെ അപ്പച്ചിനെ മണിച്ച് കൊണ്ടുപോകണം മേലെ ഫണ്ടൂറിലേക്കാണ് കേട്ടോ. അവിടെ കാടൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ നൈസായിട്ട് അതിന് വേണ്ടി കൊണ്ടുപോവാണ്. അങ്ങനെ പോയി കുളിച്ച് കയറാം. ഇവരവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളും പെങ്ങളും കൂടി ഇതിൻ്റെ സ്റ്റിയറിങ്ങൊക്കെ പറിച്ചെടുക്കുമെന്ന് എനിക്ക് പേടി. കാരണം അങ്ങനത്തെ കളിയും രണ്ടാളും കൂടി കളിച്ചത്. അങ്ങനെ ഓരോ കളിയും ഇതൊക്കെ നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് നമ്മളെ അമ്മച്ചിയും അനിയനും വന്നിക്കണം. അപ്പോൾ അമ്മ വന്നേ പാടെ ഞാൻ നേരെ പോയത് ആ പെർഫ്യൂം നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അതിൻ്റെ വീഡിയോസ് എടുക്കാൻ ഞാൻ മറന്നുപോയി. മറ്റേ YSL അങ്ങനെ കുറച്ച് ബ്രാൻഡിൻ്റെ പെർഫ്യൂമാണ് നോക്കിയത്. 8000 ഉറുപ്പ്യ. അത് ആലോചിച്ചപ്പോൾ ഞാൻ 1 ഗ്രാം മോതിരത്തെ വാങ്ങിച്ചിടാം. ഏത് അല്ല, പിന്നെ ഓനാണ് അതിൻ്റെയൊക്കെ ഒരു പ്രാന്തന. എന്നിട്ട് എന്നോട് ഓൻ പറയാം കേട്ടോ, പൂനെ എനിക്ക് എസ്തെറ്റിക്കിൽ കുറച്ച് സാധനം കാണിച്ചിട്ടുണ്ടാകുന്നു. എന്ത് എസ്തെറ്റിക്ക്? എനിക്ക് എസ്തെറ്റിക്കിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. ഇങ്ങോട്ട് ഓനെ പറയാം, എൻ്റെ വീഡിയോയിൽ എസ്തെറ്റിക്കിൽ എന്താണ് എസ്തെറ്റിക്സ് പറയൂ ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? എന്നൊന്ന് കമൻറ്റ് വരുമോ പ്ലീസ്. അപ്പോൾ എന്നോട് പറയാം, എൻ്റെ വീഡിയോയിൽ ആ എസ്തെറ്റിക്കില്ല, ഈ എസ്തെറ്റിക്കില്ല, കഷ്ടകാലത്തിലൊരു എസ്തെറ്റിക്. അങ്ങനെ ആ എസ്തെറ്റിക് വർത്താനം പറഞ്ഞ് നമ്മൾ നേരെ പോയത് ഹൈപ്പർ മാർക്കറ്റിലോട്ടാട്ടോ. അപ്പോൾ എൻ്റെ കാക്കേൻ്റെ സ്വത്തുമണീനെ ഞാനും കുറച്ച് സോപ്പിട്ട് നടത്തിച്ചിട്ടുണ്ടായിരുന്നു. ആ നേരം കൊണ്ട് ഉമ്മച്ചി കുറച്ച് സാധനം റീസ്റ്റോക്ക് ചെയ്യണ്ടേനു കേട്ടോ. ഉമ്മച്ചി വന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങല്ലോ. അപ്പോൾ ഉപ്പച്ചി ഇവള് സാധനമൊക്കെ നോക്കുന്നുണ്ട്. അതന്നെ. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചധികം സാധനങ്ങൾ വെറുതെ വാങ്ങിച്ചു. സത്യം നമ്മൾ പോയതല്ലേ, അപ്പോൾ വെറുതെ വരുന്നത് മോശമല്ലേ വെച്ച് കുറച്ച് സാധനമൊക്കെ വാങ്ങി. ഇവർ ആപ്പി മോനെ ഭയങ്കര സിങ്കാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ എന്താക്കി, ഫുഡ് കഴിക്കണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനിലാണ് സത്യം പറഞ്ഞാൽ. നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. നമ്മൾ പുറത്തുനിന്നാണ് കഴിച്ചിട്ടുള്ളത്. അവിടുന്ന് തിരിഞ്ഞ് കളിച്ച് പിന്നെ ഇവരെ ഓട്ട മത്സരമൊക്കെ ഉണ്ടായിരുന്നു. ഉപ്പച്ചിൻ്റെ ബോൾ ഇവർ അങ്ങനെയാണ്. എന്താണെന്നാവോ, എൻ്റെ ഉപ്പച്ചിക്ക് എൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ ഇല്ല. അപ്പോൾ എൻ്റെ മോളെ കൂടെ അതിൻ്റെ ചെറിയൊരു വിഷമം കുത്തലൊക്കെ എനിക്കുണ്ട്. അപ്പോൾ അത്രയുള്ളടാ.